പക്ഷെ 10 മണിക്ക് ഷാഫിഖാന്റെ ലൈവാ. അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഒരു 9 മണിക്ക് റിച്ചുവിന്റെ ലൈവ് ഉണ്ടോ പോലും. അന്നേരം ഇടേണ്ടി വരും. റിച്ചുവിന്റെ ലൈവിലിട്ട് കഴിഞ്ഞു. ആരാ കേറിയത് ഷാഫിഖാന്റെ ലൈവില്? ആരോ കേറിയിട്ടുണ്ടല്ലോ ഷാഫിഖാന്റെ ടുഗദറില്. ഞാനിനി നല്ല പാട്ടുകാരെ കൊണ്ടുവരാട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ പോട്ടെ, ഒരു കൃത്യസമയമാക്കാം. അതല്ലാണ്ട് ഇപ്പം നടക്കത്തില്ല. പക്ഷെ എല്ലാവരുടെയും ലൈവാന്ന്. ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ എല്ലാവരുടെയും ലൈവാ. എന്താ ചെയ്യുക? ഷാഫിക്ക, നെറ്റില്ല. എന്റെ ഫോണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏട്ടന്റെ ഫോണിലല്ലേ ഞാൻ ഇത് ചെയ്യുന്നത്. എന്റെ ഫോണിൽ ഞാൻ നിങ്ങളുടെ ലൈവ് നോക്കുന്നുണ്ട്. പക്ഷെ അതിലെ മെസ്സേജ് പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇത് കട്ടാക്കി കഴിയുമ്പോൾ വരാം കേട്ടാ. പറയരുതേ രാധയറിയരുതേ. രണ്ടാളുണ്ട്. ഒരു ഹായ് ഒന്ന് ഹലോ ഒന്നും വെക്കുന്നില്ല. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം, അവൻ ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ഇരിക്കണം. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ഷാഫിക്ക ഷാഫിക്ക ഇന്നും എഴുതിയത് തെറ്റിപ്പോയി കേട്ടാ. എന്നിട്ട് ഷാഫിക്ക ഡിലീറ്റ് ആക്കിയിട്ട് എന്റെ സമയമാണെന്ന് പറഞ്ഞു. ഷാഫിക്ക, ഞാൻ ലൈക്കും കമന്റൊക്കെ ഇടും. നിങ്ങൾ ഇപ്പം കട്ടാക്കൂലല്ലോ. ഇപ്പൊ ഒരു 3 ആള് വന്നിട്ടുണ്ടായിരുന്നേ, എന്നിട്ടതും പോയി. അപ്പൊ ആൾക്കാർ വരുന്നുണ്ടല്ലേ, വന്നിട്ട് എത്തി നോക്കിയിട്ട് പോകുന്നുണ്ട്. അസർ അവിടെ പോയി. അസറിന് ഇന്നും പോണ? കാരുണ്യ കൈവിളക്കായൊരു ജ്യോതിസേ, നേരായ മാർഗം കാട്ടേണമേ, ഇത്തിരി മുന്നോട്ടു പോകുവാനായി എൻ്റെ ഉൾത്തിരി ഒന്നു കൊളുത്തേണമേ. ഓ, ഇവിടെ ഒച്ചപ്പാടും ബഹളം.